Hello friends, Alert Law Lecture Series ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജൂറിസ്പ്രുഡൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും നാലാമത്തതുമായിട്ടുള്ള ക്വസ്റ്റ്യൻ വാട്ട് ആർ ദി എലിമെന്റ്സ് ഓഫ് ലോയുടെ ഉത്തരം എന്താണെന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരുന്നത്. സോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഫസ്റ്റ് എലിമെന്റുമായിട്ടുള്ള പേഴ്സൺ എന്താണെന്നുള്ളതാണ് കഴിഞ്ഞ നമ്മുടെ സെക്ഷനിൽ മനസ്സിലാക്കിയത്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് ഏതൊക്കെയാണ് ബാക്കിയുള്ള എലിമെന്റ്സ് ഓഫ് ലോ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. ഇതിനെക്കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാനായി നമ്മളോടൊപ്പം ഉള്ളത് കാലിക്കറ്റ് ഗവൺമെന്റ് ലോ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ പ്രൊഫസർ ഡോക്ടർ എൻ എൽ സജികുമാറാണ്. സാറിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. എലമെന്റ്സ് ഓഫ് ലോയിലെ ഏറ്റവും ബേസിക് എലമെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. പേഴ്സൺ ഏതൊരു ബീയിങ്ങിനാണോ റൈറ്റും ഡ്യൂട്ടിയും കൊടുക്കാൻ പറ്റുന്നത് പേഴ്സൺ എന്ന ടെക്നിക്കൽ ഡെഫിനേഷൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതാണ് പേഴ്സൺ. ഇനി അടുത്ത ബേസിക്കായിട്ട് വേറൊരു എലമെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ പ്രോപ്പർട്ടി. ഞാൻ ഉദാഹരണം ഒന്നും കൂടെ പറയാം. ഞാനിപ്പോൾ ഒരു 10 സെൻറ്റും പ്രോപ്പർട്ടിയും കാണിച്ചിട്ട് ഒരു കെട്ടിടവും കാണിച്ചിട്ട് എൻ്റേതാണ് എന്ന് ഞാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ ഞാനെന്നുള്ളത് ജൂറിസ്പ്രുഡൻസിൽ എ പേഴ്സൺ. ആ കാണിച്ച 10 സെൻറ്റ് പുരയിടവും വീടും എൻ്റെ പ്രോപ്പർട്ടി എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ എപ്പോഴും ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് പേഴ്സണും എല്ലാ കേസിലും പേഴ്സൺ അത് ഇഷ്യൂ ആവുന്നത് തമ്മിലടിക്കുന്നതൊക്കെ പ്രോപ്പർട്ടിക്ക് വേണ്ടിയല്ലേ. അപ്പോൾ ഇവിടെ പേഴ്സണായി അടുത്തത് പ്രോപ്പർട്ടി. ഇനി പേഴ്സണിൻ്റെ നിർവചനം ജൂറിസ്പ്രുഡൻസിൽ പഠിച്ചില്ലേ നമ്മൾ? എനി ബീയിങ് കേപ്പബിൾ ഓഫ് ഹാവിങ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന് പഠിച്ചതുപോലെ ജൂറിസ്പ്രുഡൻഷ്യലി ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൽ ഒരുപാട് നിർവചനം പല ആംഗിളിൽ പല ജൂറിസ്റ്റുകൾ കാണുന്നെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി ഒരു നിർവചനം പ്രോപ്പർട്ടിക്ക് പറഞ്ഞു തരികയാണ്. അതിങ്ങനെ പറയുന്നത് പ്രൊപ്രൈറ്ററി റൈറ്റ് ഇൻ റെം എന്നാണ് പറയുന്നത്. പ്രൊപ്രൈറ്ററി റൈറ്റ് ഇൻ റെം. അപ്പോൾ റൈറ്റ് ഇൻ റെം എന്താണെന്ന് ആദ്യം പറഞ്ഞുതരാം. റൈറ്റ് ഇൻ റെം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയുടെ അടുത്ത് മാത്രം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന റൈറ്റിനെ നമ്മൾ റൈറ്റ് ഇൻ പേഴ്സണം എന്നാണ് വിളിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരാൾക്ക് എൻ്റെ വീട് 10 ലക്ഷം രൂപയ്ക്ക് ഞാൻ വിൽക്കാൻ റെഡി എന്ന് പറഞ്ഞ് കരാറായി. അപ്പോൾ എൻ്റെ റൈറ്റ് നിങ്ങളിൽ നിന്ന് ആ പൈസ കിട്ടാനാണ്, തിരിച്ച് നിങ്ങളുടെ റൈറ്റ് എന്നിൽ നിന്ന് ഈ വീട് തിരിച്ച് കിട്ടാനാണ്. അപ്പോൾ വ്യക്തികൾ തമ്മിൽ പർട്ടിക്കുലർ വ്യക്തിക്കെതിരെയുള്ള റൈറ്റിനെ നമ്മൾ റൈറ്റ് ഇൻ പേഴ്സണം എന്നാണ് പറയുന്നത്. റൈറ്റ് ഇൻ റെം അങ്ങനല്ല, റൈറ്റ് അവൈലബിൾ അഗെയിൻസ്റ്റ് ദ ഹോൾ വേൾഡ് എന്നാണ് പറയുന്നത്. ഒരു വ്യക്തിക്ക് ഒരു റൈറ്റ് ഉണ്ട്, ആ റൈറ്റ് ലോകത്ത് ആർക്കെതിരെയും ക്ലെയിം ചെയ്യാൻ പറ്റുന്നെങ്കിലാണ് നമ്മൾ റൈറ്റ് ഇൻ റെം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പ്രോപ്പർട്ടി എന്നുള്ള നിർവചനത്തിനകത്ത് പ്രൊപ്രൈറ്ററി റൈറ്റ് ഇൻ റെം എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടി എക്സാമ്പിൾ പറഞ്ഞു. ഇനിയിപ്പോൾ ഒരു മൊബൈൽ ഫോൺ എടുത്ത് കാണിച്ചിട്ട് നിങ്ങളുടെ ഇത് എൻ്റെ ഫോണാണെന്ന് പറയുക. അപ്പോൾ അതിൽ മനസ്സിലാക്കുന്ന ഒരു പേഴ്സൺ ഉണ്ടെന്ന് മനസ്സിലായി, ഒരു ഫോൺ. അപ്പോൾ അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്നാണ് ഞാൻ പറയുന്നത്. ഒരു സബ്ജക്റ്റ് മാറ്റർ ഞാൻ എടുത്ത് കാണിച്ചിരിക്കും, എന്നിട്ട് ഞാനിത് എൻ്റേതാണെന്ന് പറയുമ്പോൾ ഒരു പേഴ്സണായി ഒരു സബ്ജക്റ്റ് മാറ്ററായി ഈ സബ്ജക്റ്റ് മാറ്ററിൽ എനിക്കൊരു റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് ലോകത്ത് ആർക്കെതിരെയും ക്ലെയിം ചെയ്യാൻ പറ്റുന്നെങ്കിലേ എൻ്റെ ഫോണെന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി എന്നുള്ളൊരു ഡെഫിനേഷണൽ കോൺസെപ്റ്റ് നമ്മളിത് മനസ്സിലാക്കുക. ഒരു പേഴ്സൺ ഉണ്ട്, ആ പേഴ്സണിന് ഒരു സബ്ജക്റ്റ് മാറ്റർ എന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞു. സബ്ജക്റ്റ് മാറ്ററിൻ്റെ മുകളിൽ റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സ് റൈറ്റ് ഇൻ റെം ആണ്. മീൻസ് ദാറ്റ് റൈറ്റ് ക്യാൻ ബി ക്ലെയിംഡ് അഗൈൻസ്റ്റ് ദ ഹോൾ വേൾഡ്. എങ്കിൽ ആ പ്രോപ്പർട്ടി എൻ്റേതാണെന്ന് എനിക്ക് പറയാം. അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ. അപ്പോൾ ദിസ് ഇസ് കോൾഡ് ഡെഫിനിഷൻ. അപ്പോൾ പ്രോപ്പർട്ടി എന്നുള്ള ഒരു ടെക്നിക്കൽ ഡെഫിനിഷനാണ്. ഒരു പല സെൻസിൽ പ്രോപ്പർട്ടിയെ പറ്റി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ എല്ലാ സെൻസും ഇപ്പോൾ പറയുന്നില്ല. അതിലൊരു സെൻസ് ഇതാണ്. റൈറ്റ് മീൻസ് എ പ്രൊപ്രൈറ്ററി റൈറ്റ് ഇൻ റെം. ദാറ്റ് മീൻസ് എ റൈറ്റ് ഓഫ് എ പേഴ്സൺ ഓവർ എ പർട്ടിക്കുലർ സബ്ജക്റ്റ് മാറ്റർ over which he is having a right and that right can be claimed against the whole world. അതുകൊണ്ടാണ് നമ്മൾ റൈറ്റ് ഇൻ റെം എന്ന് പറയുന്നത്. REM. റൈറ്റ് ഇൻ റെം മീൻസ് റൈറ്റ് അവൈലബിൾ അഗൈൻസ്റ്റ് ദ ഹോൾ വേൾഡ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞപ്പോൾ ഒരു പേഴ്സൺ ഉണ്ട്, അതാണ് ഫസ്റ്റ് എലമെൻറ്റ്. ഒരു പേഴ്സൺ കാണും, ആ പേഴ്സണിന് ഒരു സബ്ജക്റ്റ് മാറ്ററിൻ്റെ മുകളിലൊരു റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് ഇറ്റ് ക്യാൻ ബി ക്ലെയിംഡ് അഗൈൻസ്റ്റ് ദ ഹോൾ വേൾഡ് ആണെങ്കിൽ അയാൾക്ക് എന്ത് പറയാം, അത് അയാളുടെ പ്രോപ്പർട്ടി എന്ന് പറയാവുന്നതാണ്. ഇതാണ് പ്രോപ്പർട്ടിയെ പറ്റിയുള്ള ബേസിക് കോൺസെപ്റ്റ്. ഇനി ഇങ്ങനെയുള്ള സബ്ജക്റ്റ് മാറ്റർ വെച്ചിട്ട് പല തരത്തിലുള്ള പ്രോപ്പർട്ടി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. സബ്ജക്റ്റ് മാറ്റർ നോക്കിയിട്ട് അതിലൊന്നും കോർപ്പോറിയൽ പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ടാഞ്ചിബിൾ, നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടി. ഇപ്പോൾ കാറ്, അല്ലെ ബുക്ക്, പേന, പെൻസിൽ, ഇതെല്ലാം പ്രോപ്പർട്ടി അല്ലേ. അപ്പോൾ അത് മൊബൈൽ ഫോൺ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇതെല്ലാം ടാഞ്ചിബിൾ അല്ലെങ്കിൽ കോർപ്പോറിയൽ പ്രോപ്പർട്ടിയാണ്, എൻ്റെതാണ്. ഇതേപോലെ തന്നെ തൊട്ട് കാണിക്കാൻ പറ്റാത്ത ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അങ്ങനെയുള്ള പ്രോപ്പർട്ടി നമ്മൾ ആദ്യത്തെ കോർപ്പോറൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇൻകോർപ്പോറൽ പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. ഇൻകോർപ്പോറിയൽ പ്രോപ്പർട്ടി അതും ഒരു പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ നല്ലൊരു എക്സാമ്പിളാണ്. അതിൽ വരുന്നൊരു ഏരിയയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഒരു വ്യക്തിയുടെ ബ്രെയിൻ ഫാക്കൽറ്റി ഉപയോഗിച്ചിട്ട് ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തി, പേറ്റൻ്റ് എന്ന് പറയും, ലീഗലി പേറ്റൻ്റ് ആയത്.
അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഒറിജിനലായിട്ടൊരു കഥ എഴുതി, അല്ലെങ്കിൽ കവിത, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയർ റെഡിയാക്കി. അപ്പോൾ ഇതെല്ലാം ഒരു വ്യക്തിയുടെ ഇൻ്റലക്ച്വൽ ബ്രെയിനിൽ നിന്നുള്ള പ്രോഡക്ട്സാണ്. അപ്പോൾ ഇതിന് കിട്ടുന്ന ഈ പ്രോഡക്ട്സ്, ഈ ബ്രെയിൻ പ്രോഡക്ട്സിനെ നമ്മൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ സബ്ജക്ട് മാറ്റർ 2 തരത്തിലാകാം. മെയിനായിട്ട് ഒന്നുകിൽ ആ പ്രോപ്പർട്ടി കോർപ്പോറിയലാകാം, ടാഞ്ചിബിൾ എന്ന് പറയും. മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളിലുള്ള പ്രോപ്പർട്ടി നമ്മൾ ബുക്ക്, പേന, പെൻസിൽ, കാറല്ല. ഇനി ഇതല്ലാതെ തന്നെ അടുത്തൊരു കാറ്റഗറിയാണ് ഇൻകോർപ്പോറിയൽ. ഇൻകോർപ്പോറിയൽ മീൻസ് അത് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി. അതിൽ ഉദാഹരണം ഞാൻ പറഞ്ഞ പേറ്റൻറ്റും കോപ്പി റൈറ്റും കുറേ ഉണ്ട്, ഡിസൈൻസ്. അതൊക്കെ വേറൊരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ ഡെപ്തിൽ പോയി പറയും. ഇനി അടുത്ത വേറൊരു വിധത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് മൂവബിൾ, ഇമ്മൂവബിൾ ബാക്കി തന്നെ ഉണ്ട്. മൂവബിൾ, അപ്പോൾ നമ്മൾ ഗുഡ്സ് എല്ലാം കൈമാറ്റം ചെയ്യുന്ന ഗുഡ്സൊക്കെ നമ്മൾ മൂവബിൾ എന്നാണ് പറയുന്നത്. പക്ഷേ അത് ഇമ്മൂവബിൾ എന്ന് പറഞ്ഞ വേറൊരു കാറ്റഗറി ഉണ്ട്. അതിന് നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ പുരയിടം, റബ്ബർ എസ്റ്റേറ്റ്, അല്ലെങ്കിൽ വീട്. ഇതൊക്കെ എന്താണ്, മൂവ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിനെ പല വിധത്തിൽ ഇതിനകത്ത് ലോ കാണുന്നു എന്നും ഞാൻ പറഞ്ഞു. ഇതിന് ഒറ്റ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് പൈസയ്ക്ക് അത്യാവശ്യം വരുമ്പോൾ ഒരു മാലയോ അല്ലെങ്കിൽ ഒരു ഗോൾഡ് എന്തെങ്കിലും കൊണ്ട് സ്ഥാപനത്തിൽ കൊണ്ട് പണയം വെച്ച് പൈസ വാങ്ങിക്കുക, ജാമ്യമായിട്ട് നമ്മുടെ ഗോൾഡ് കൊടുക്കുക. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ മൂവബിൾ അല്ലേ കൊടുത്തിരിക്കുന്നത്. പ്രോപ്പർട്ടി മൂവബിൾ ആയതുകൊണ്ട് ഈ ട്രാൻസാക്ഷൻ്റെ പേര് പ്ലഡ്ജ് അല്ലെങ്കിൽ പോണെന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഓഫ് 1872 ആണ് അതിനെ ഡീൽ ചെയ്യുന്നത്. പക്ഷേ ഒരു ബാങ്കിൽ കൊണ്ടുവന്ന് നമ്മുടെ വീടും ഒരേടവും വെച്ചിട്ട് ജാമ്യം കൊടുത്ത് പൈസ വാങ്ങിക്കുന്നെങ്കിൽ അതിൻ്റെ പേര് തന്നെ മോർഗേജ് എന്നായി മാറും. അത് വേറൊരു നിയമമാണ് ഗവേൺ ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ട് ആണ്. അപ്പോൾ ഈ പറഞ്ഞ സബ്ജക്ട് മാറ്റർ വെച്ചിട്ട് ലോയും ഇതിനകത്ത് പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട് ലോ മാറും എന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മളെപ്പോഴും മെയിനായിട്ട് പ്രോപ്പർട്ടി എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നമ്മൾ മെയിനായിട്ട് 4 കാറ്റഗറി ഓഫ് സബ്ജക്ട് മാറ്ററിനെ നമ്മൾ ഒന്നുകിൽ കോർപ്പോറിയൽ എന്ന് വിളിച്ചു, അല്ലെങ്കിൽ ഇൻകോർപ്പോറിയൽ എന്ന് വിളിച്ചു. അതിനൊക്കെ വ്യത്യസ്ത നിയമങ്ങളുമുണ്ട്. ഓക്കെ, അല്ലാതെ തന്നെ നമ്മൾ വേറൊരു കാറ്റഗറൈസേഷൻ പറഞ്ഞ എന്താണ്, മൂവബിൾ, ഇമ്മൂവബിൾ. അപ്പോൾ അതിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞത്, മൂവബിളിൻ്റെ ട്രാൻസാക്ഷന് പ്രത്യേക നിയമങ്ങൾ ഇന്ത്യയിലുണ്ട്, ഇമ്മൂവബിളിന് വേറൊരു നിയമം. അതിലൊരു എക്സാമ്പിളാണ് പറഞ്ഞത്, ഒരു പണയം വയ്ക്കുമ്പോൾ തന്നെ എന്ത് വസ്തു പണയം വെച്ചു എന്ന് നോക്കിയിട്ടാണ് ആ ട്രാൻസാക്ഷൻ്റെ പേരും മാറുന്നു, നിയമവും മാറുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. മൂവബിൾ കൊണ്ടുവന്ന് ജാമ്യത്തിന് വെച്ചാൽ അതിനെ പ്ലഡ്ജ് അല്ലെങ്കിൽ പോണെന്ന് വിളിക്കും. അത് നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്റ്റിലാണ് പറഞ്ഞു പോകുന്നത്. മറിച്ച് ഇമ്മൂവബിൾ, ഒരു പെരേടമോ അല്ലെങ്കിൽ ഒരു വീടോ കൊണ്ടുവന്ന് ജാമ്യത്തിൽ പൈസ വാങ്ങിച്ചാൽ അതിന് സബ്ജക്ട് മാറ്റർ മാറി എന്ന് പറയാം. അപ്പോൾ ഇമ്മൂവബിൾ ആണെങ്കിൽ നേരെ അതിനെ മോർഗേജ് എന്ന് വിളിക്കും. നിയമവും നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യൻ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ട് ഓഫ് 1882. അപ്പോൾ അത് ആക്ട് മാറി. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കായിട്ട് ഡെഫിനിഷൻ നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടിയുടെ സബ്ജക്ട് മാറ്റർ അനുസരിച്ചിട്ട് അത് ഗവേൺ ചെയ്യുന്ന നിയമങ്ങൾ മാറുമെന്നാണ് പറഞ്ഞത്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞു, നമ്മളിപ്പോൾ ഗുഡ്സ് വിൽക്കുന്നു. അപ്പം നമ്മൾ അതിനിവിടെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറഞ്ഞ നിയമമുണ്ട്. നമ്മളൊരു വീടും പെരേടുമാണ് വിൽക്കുന്നതെങ്കിൽ അത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലല്ല വരുന്നത്. അത് നമ്മുടെ ഇന്ത്യൻ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ടിൽ പ്രകാരമാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ ഇതിനകത്ത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ സബ്ജക്ട് മാറ്റർ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ, പ്രോപ്പർട്ടി എന്നുള്ളതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയി. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഡിഫറൻസ് ആയിട്ട് ഇതിനെ നമ്മൾ ഡിഫറൻറ്റ് ടൈപ്സ് പഠിക്കുന്നത്, ഓരോ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടിക്കും ഗവേൺ ചെയ്യുന്നത് ഡിഫറൻറ്റ് ലോ എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, നമ്മളിപ്പം പണയം വയ്ക്കുന്നതിനെ തന്നെ നമ്മൾ 2 വിധത്തിൽ വിളിച്ചു. പ്ലഡ്ജ് എന്ന് വിളിച്ചു, അത് മൂവബിൾ ഗുഡ് ആയതുകൊണ്ടാണ്. അവിടെ നമ്മൾ ആക്ട്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറഞ്ഞു. മറിച്ച് ഇമ്മൂവബിൾ ആണ് കൊണ്ടുവന്ന് നമ്മൾ പണയം വയ്ക്കുന്നെങ്കിൽ അതിൻ്റെ മോർഗേജ് എന്നാണ് നമ്മൾ വിളിക്കേണ്ടത്. അതിൻ്റെ നിയമം ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ട്. അപ്പോൾ അതിൽ വ്യത്യാസം ക്ലിയർ. അല്ലെങ്കിൽ ഞാൻ സെയിലിനെ പറ്റി തന്നെ പറഞ്ഞു. ഓണർഷിപ്പ്, സെയിൽ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, എയുടെ ഓണർഷിപ്പ് ബിക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. ബി അതിന് പകരം കൺസിഡറേഷൻ തന്നു. കൺസിഡറേഷൻ ഇൻ ടേംസ് ഓഫ് മണി ആണെങ്കിലാണ് നമ്മളതിനെ സെയിൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറഞ്ഞ് പഠിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടുള്ള വീടോ റബ്ബർ എസ്റ്റേറ്റോ ഒക്കെ വിൽക്കുന്നെങ്കിൽ നമ്മളതിനെ ഓണർഷിപ്പ് പൈസ വാങ്ങിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ സെയിലെന്ന് തന്നെയാണ് വിളിക്കുന്നത്. പക്ഷേ അത് ആക്ട് ഇന്ത്യയിൽ ഇന്ത്യൻ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ട് ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കായിട്ട് അറിയുന്നത്. ഒരു പ്രോപ്പർട്ടി നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ളതിനെ കൂടെ പറഞ്ഞിട്ട് ഈ ടോപ്പിക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ പല വിധത്തിൽ കിട്ടും. ഒന്നെന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റ് വഴി, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് വഴി. ഇപ്പം നിങ്ങളുടെ ഒരു 10 സെൻറ്റ് എനിക്ക് വില വാങ്ങിച്ചിട്ട് എനിക്ക് എന്ത് തന്നു, എനിക്ക് തൽക്കാലത്തേക്ക് എന്ത് ചെയ്തിരിക്കുക, താമസിക്കാൻ തന്നു. അത് ലീസ് എന്ന് പറയും. നിങ്ങൾ എനിക്ക് തൽക്കാലത്തേക്ക് 10 അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ വീട് എനിക്ക് വാടകയ്ക്ക് തന്നാൽ ഞാൻ പ്രോപ്പർട്ടി എനിക്ക് കിട്ടില്ലേ, അപ്പോൾ എനിക്ക് പൊസിഷൻ കൂടെ കിട്ടും. അത് ലീസ് എന്ന് പറയും. ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എനിക്ക് എന്ത് തരാം, ഗിഫ്റ്റ് തന്നൂടെ, ഒരു പൈസ എൻ്റെ നിന്ന് വാങ്ങിക്കാതെ നിങ്ങളുടെ. അപ്പോൾ അങ്ങനെ പല കാറ്റഗറി ഓഫ് വിധത്തിൽ പ്രോപ്പർട്ടി ഇപ്പോൾ കരാർ വഴി കിട്ടും. ഇനി വേറൊരു എക്സാമ്പിൾ എങ്ങനെ പ്രോപ്പർട്ടി കിട്ടുമെന്ന് ചോദിച്ചാൽ ഇൻഹെറിറ്റൻസ് വഴി എന്നാണ് പറയുന്നത്. ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു, വിൽപ്പത്രം എഴുതി വയ്ക്കാതെ മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മകനെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇൻഹെറിറ്റ് ചെയ്ത് പ്രോപ്പർട്ടി കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രോപ്പർട്ടി കിട്ടും. ഇതല്ലാതെ തന്നെ വേറെ പ്രോപ്പർട്ടി കിട്ടുന്ന മാർഗ്ഗങ്ങൾ
നമ്മുടെ ഇന്ത്യൻ ലോയിൽ പ്രിസ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അത് നമ്മുടെ ഇന്ത്യയിലെ ലിമിറ്റേഷൻ ആക്ട് ഓഫ് 1963 ഇടയ്ക്ക് 1-2 വ്യവസ്ഥ പറയുന്നുണ്ട്. ഒരു ബിൽഡിങ്ങിന് വേണ്ടിയുള്ള എയറോ അല്ലെങ്കിൽ ലൈറ്റോ അല്ലെങ്കിൽ ഒരു വഴി നടക്കാനുള്ള റൈറ്റ് കുറേ നാൾ നമ്മൾ അൺഇൻറ്ററപ്റ്റഡായിട്ട് നമ്മൾ ഉപയോഗിച്ച് പീസ്ഫുള്ളായിട്ട് ഉപയോഗിച്ചാൽ അതിൽ നമ്മുടേതായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയുടെ റൈറ്റ്സ് ഒരു ആംഗിൾ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മളത് പ്രിസ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പൊസിഷൻ എന്നുള്ള എലമെൻറ്റ് പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ പല വിധത്തിൽ നമുക്ക് പ്രോപ്പർട്ടി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് കോൺട്രാക്റ്റ് വഴി കിട്ടാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ഇൻഹെറിറ്റൻസ് വഴി കിട്ടാവുന്നതാണ്, അല്ലെങ്കിൽ വിൽപ്പത്രം വഴി. ഇപ്പോൾ ഒരാൾ വിൽപ്പത്രം എഴുതി വെച്ചിട്ട് മരിച്ചു. അപ്പോൾ വിൽപ്പത്രത്തിൽ എൻ്റെ പേരാണ് വെച്ചിരിക്കുന്നതെങ്കിൽ എനിക്ക് കിട്ടും. അപ്പോൾ വിൽപ്പത്രം എഴുതി വയ്ക്കുമ്പോൾ നമ്മളതിനെ ടെസ്റ്റമെൻ്ററി ഡിസ്പൊസിഷൻ എന്നാണ് പറയുന്നത്. ടെസ്റ്റമെൻ്റ് അല്ലെങ്കിൽ വില്ലെന്നാണ് നമ്മൾ പറയുന്നത്, വിൽപ്പത്രം. അപ്പോൾ അത് എഴുതുന്ന ആളുടെ പേര് ടെസ്റ്റേറ്റർ എന്നും, മരിച്ചതിന് ശേഷം ആർക്കാണോ പ്രോപ്പർട്ടി കിട്ടുന്ന ആ വ്യക്തിയുടെ പേര് ലെഗേറ്റി എന്നാണ് വിളിക്കുന്നത്. അതുവഴി കിട്ടുന്ന പ്രോപ്പർട്ടിയുടെ പേര് നമ്മൾ ബിക്വസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വാക്കുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ വിധങ്ങളിലാണ് നമുക്ക് പ്രോപ്പർട്ടി കിട്ടാവുന്നത്. ഈ ഏരിയയിൽ നമ്മളത് മനസ്സിലാക്കിയ പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞു. പലതരത്തിലുള്ള പ്രോപ്പർട്ടി നമ്മുടെ ലോയിൽ ഡീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഓരോ തരം പ്രോപ്പർട്ടിക്ക് ഓരോ തരം ലോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലോയാണ് ആപ്ലിക്കേഷനിൽ വരുന്നു എന്നും പറഞ്ഞു തന്നു. പിന്നെ നമുക്ക് സാധാരണഗതിയിൽ ഒരു പ്രോപ്പർട്ടി നമ്മുടേതാണെന്ന് പറയാൻ പറ്റുന്നെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പൊസഷൻ വഴി നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ വഴി. പ്രിസ്ക്രിപ്ഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു. നമ്മുടെ ഇന്ത്യൻ ഈസ്മെൻറ്റ് ആക്ടിൽ 1882 ഇന്ത്യൻ ഈസ്മെൻറ്റ് ആക്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ ലിമിറ്റേഷൻ ആക്ട് ഓഫ് 1963 ഇതിനകത്ത് പീരീഡൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ സർക്കാരിൻ്റെ പ്രോപ്പർട്ടി ആണെങ്കിൽ 30 വർഷം നമ്മളത് കൈവശം പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ എൻജോയ് ചെയ്തൊന്ന് പ്രൂവ് ചെയ്യണം. പ്രൈവറ്റ് വ്യക്തിയുടെ ആണെങ്കിൽ 20 വർഷം നമ്മൾ കുറേ കണ്ടീഷൻസ് ഉണ്ട്. അൺഇൻറ്ററപ്റ്റഡ് ആയിരിക്കണം, പബ്ലിക് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻസ് പ്രൂവ് ചെയ്താൽ നമുക്കതിനകത്ത് പ്രോപ്പർട്ടി റൈറ്റ്സ് കിട്ടും. ഇതാണ്. പിന്നെ ഇൻഹെറിറ്റൻസ്, ഓഫ് കോഴ്സ് ഇൻഹെറിറ്റൻസ്. ഒരാൾ വിൽപ്പത്രം എഴുതി വയ്ക്കാതെ മരിച്ചാൽ നമുക്ക് അതുവഴി ഇൻഹെറിറ്റ് ചെയ്ത് പ്രോപ്പർട്ടി എടുക്കാം. അത് തന്നെ ഇന്ത്യയിൽ നമുക്ക് ഏകീകൃത സിവിൽ കോഡ് ഇല്ലാത്തതുകൊണ്ട് അത് പല വിധത്തിലാണ്. ഇപ്പോൾ ഹിന്ദു ആണെങ്കിൽ ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരമാണ് വിൽപ്പത്രം എഴുതി വയ്ക്കാതെ മരിച്ചാൽ. അല്ലെങ്കിൽ ഇപ്പോൾ മുസ്ലിംസ് ആണെങ്കിൽ മുസ്ലിം ലോ ഓഫ്, ഇപ്പോൾ ഇന്ത്യയിൽ സുന്നി ലോ ഓഫ് ഇൻഹെറിറ്റൻസ് വഴിയാണ് കുറേ ഹെയർസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഖുറാനിക് ഹെയർസ് എന്നും ഷെയറേഴ്സ്, അല്ലെങ്കിൽ അങ്ങനെ റെസിഡ്യൂറി എന്നും ഡിസ്റ്റൻറ്റ് കിൻഡ്രഡ് എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഹിന്ദു ലോയിലാണെങ്കിൽ ക്ലാസ് 1 ഹെയർ, ക്ലാസ് 2 ഹെയർ എന്നൊക്കെ ഇങ്ങനെ ക്ലാസിഫിക്കേഷനുണ്ട്. ഇതേപോലെ ക്രിസ്ത്യൻസിനാണെങ്കിൽ ഇന്ത്യൻ സക്സഷൻ ആക്ട് ഓഫ് 1925 പ്രകാരം ഇങ്ങനെ കിട്ടുക. ഇനി അടുത്ത മാർഗം വിൽപ്പത്രം വഴി, ടെസ്റ്റമെൻ്ററി എന്നാണ് പറയുന്നത്. വിൽപ്പത്രം വഴി നമുക്ക് പ്രോപ്പർട്ടി കിട്ടാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ജനറലി അറിയേണ്ടത്. ഇനി ഇവിടെ ഒരു നമ്മൾ ലീഗലി ഇന്ത്യൻ ലോ നമ്മൾ പറയുമ്പോൾ പറയേണ്ടതായിട്ടൊരു ഏരിയ ഉണ്ട്. പണ്ട് തൊട്ടേ ഇപ്പോൾ റോമൻ അങ്ങനെയുള്ള ആ സമയം തൊട്ട് തന്നെ ഈ കുട്ടികൾ അല്ലെങ്കിൽ ഭാര്യമാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാറ്റഗറി സ്ലേവ്സ് ഇവരൊക്കെ ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടി ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. മനസ്സിലായി? അപ്പോൾ മനുഷ്യരെ പോലും എന്താണ് ഇവിടെ നമ്മൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളൊരു ചരിത്രമുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ കുട്ടി വിവാഹമില്ലാതെ വിവാഹേതര ബന്ധത്തിലുണ്ടാകുന്ന കുട്ടികളെയൊക്കെ വെറും പ്രോപ്പർട്ടി എന്നുള്ള കോൺസെപ്റ്റിലാണ് കണ്ടുകൊണ്ടിരുന്നത്. പ്രോപ്പർട്ടി നേരത്തെ ഞാൻ ഫസ്റ്റ് പേഴ്സണലി പറഞ്ഞില്ലേ, മൃഗങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്താണ്, ഒരു പേഴ്സണിൻ്റെ വെറും ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് മൃഗങ്ങളെ കണ്ടുകൊണ്ടിരുന്നത്. അത് ഞാൻ കഴിഞ്ഞ പേഴ്സൺ എന്നുള്ള ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മൃഗങ്ങൾക്ക് അങ്ങനെയല്ല എന്താണ് സ്റ്റാറ്റസ്. മനുഷ്യരെ പോലെ തന്നെയാണ് അവർ, പ്രോപ്പർട്ടി ആയിട്ടൊന്നും കണക്കാക്കാൻ പാടില്ല. മനുഷ്യരെ പോലെ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും ഒരേ റൈറ്റ് ഉണ്ട്. ഒരിക്കലും മനുഷ്യൻ മറ്റ് മൃഗങ്ങളെക്കാൾ സുപ്പീരിയർ അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോടതികൾ പറഞ്ഞു തുടങ്ങി. അപ്പോൾ അതാണ് പ്രോപ്പർട്ടി എന്നുള്ള കോൺസെപ്റ്റ് ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞു തരാം. അത് നല്ലൊരു പോസിറ്റീവ് ഡൈല്യൂഷനാണ്. ഇതേപോലെ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പോയിന്റ്, സ്ത്രീകളും ഭർത്താവിൻ്റെ പ്രോപ്പർട്ടി എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്നാണ് നമ്മുടെ പല നിയമങ്ങളും. ഇപ്പോൾ ഇന്ത്യൻ പീനൽ കോഡിൽ സെക്ഷൻ 497 ഒരു വകുപ്പുണ്ട്, അഡൽട്ടറി. അതായത് ഒരു മാരീഡ് വുമൺ ഭർത്താവിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ വേറൊരാളോട്ട് ഇൻ്റർകോഴ്സ് ചെയ്താൽ, സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്താൽ അത് അഡൽട്ടറി എന്നുള്ള കുറ്റമാണ്. അത് ഇന്ത്യൻ പീനൽ കോഡിൽ 1860 മെക്കോളെ കൊണ്ടുവന്ന ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം 497 വെച്ചിട്ട് അഡൽട്ടറി ഒരു കുറ്റകൃത്യമാണ്. അവിടെ പക്ഷേ അതിനകത്തുള്ള ലോ പറഞ്ഞു വരുന്നത് ആ കുറ്റകൃത്യം നടന്നാൽ അത് ആ സ്ത്രീ ഇതിനകത്ത് പ്രേരണ കുറ്റം പോലും കൊടുക്കില്ല സ്ത്രീക്ക്, ആ മാരീഡ് വൈഫിന്. ഇനി ഈ ഭർത്താവിന് മറ്റേയാളെ പ്രതിയാക്കി എന്താണ് അവിഹിത ബന്ധത്തിലുള്ള മെയിലിനെ പ്രതിയാക്കി കോടതിയിൽ പോയി അയാളെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാമായിരുന്നു. പിന്നെ CRPCയിലും എടുത്ത് പറയുന്നത്, CRPCയിലെ വകുപ്പിൽ പറയുന്നുണ്ട്, ഈ അഡൾട്ടറിയുടെ കേസ് കോടതി എടുക്കുമ്പോൾ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പരാതി ചെല്ലണം എന്നാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഈ ഒരു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2018 വന്നൊരു സുപ്രീം കോർട്ടിലെ കേസ്, ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ, ഒരുപാട് കേസിൽ ഇത് ചലഞ്ച് ചെയ്യപ്പെട്ടതാണ്. ഈ പറഞ്ഞ 497 പറ്റിയുള്ള ഒരുപാട് അഡൾട്ടറിയുടെ ഈ വകുപ്പ് പല വിധത്തിൽ ചലഞ്ച് ചെയ്തു. കാരണം ഒരേ കുറ്റം ചെയ്യുമ്പോൾ
ആ വൈഫ് അതിൽ ഇൻവോൾവ് ചെയ്ത സ്ത്രീക്ക് കുറ്റമില്ല, പ്രേരണ കുറ്റം പോലും ഇല്ല, പക്ഷേ വന്ന് മെയിലിനെതിരെ കേസ് എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല ആംഗിളിൽ ഇത് പല സമയത്ത് പലതരത്തിലുള്ള സുപ്രീം കോടതിയിൽ കയറി ഇറങ്ങി ലാസ്റ്റിൽ 2018 ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതിന് മുന്നിൽ ഇതൊരു മെയിൻ ഇഷ്യൂ ആയിട്ട് വന്നിട്ട് കോടതി പറഞ്ഞു സ്ത്രീ ഒരിക്കലും ഭർത്താവിൻ്റെ പ്രോപ്പർട്ടി അല്ല എന്ന് പറഞ്ഞ് ഒരു ആംഗിൾ എടുക്കുകയും അഡൾട്ടറി എന്നുള്ള ആ വകുപ്പ് ഡീക്രിമിനലൈസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിലും ഈ ഞാൻ പറയാൻ കാര്യം അത് നമ്മുടെ ഇന്ത്യൻ ലോയിൽ ഒരു പ്രോപ്പർട്ടി എന്നുള്ള ആ ഒരു ജൂറിസ്പ്രുഡൻഷ്യലി ഇവോൾവ് ചെയ്യുന്ന നമ്മൾ പണ്ട് കണ്ട പ്രോപ്പർട്ടി അല്ല, പലതും മനുഷ്യരെ പോലും പ്രോപ്പർട്ടി ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ മൃഗങ്ങളെയും നമ്മൾ പ്രോപ്പർട്ടി ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്, ഈവൻ കുട്ടികളെപ്പോലും. പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞത് ചൈൽഡ് ബോൺ ഔട്ട്സൈഡ് വെഡ്ലോക്ക്, അപ്പോൾ അവരെ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ അവരെ ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ് എന്നൊക്കെ വിളിച്ച് നമ്മൾ അവരെ വളരെ നികൃഷ്ടമായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ലോ കാണുന്നത്. പക്ഷെ അത് തന്നെ തെറ്റാണ്. പിന്നെ അവർക്ക് വെറും എന്താണ് അമ്മയുടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് വരും. പക്ഷെ അതിപ്പോൾ നമ്മൾ മാറ്റിയിട്ട് നമ്മുടെ കോടതികൾ വലിയ ഇൻ്റർപ്രറ്റ് ചെയ്ത് അവർ വെറും പ്രോപ്പർട്ടി അല്ല നാഷണൽ അസറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ടുണ്ട്. അതേപോലെ സ്ത്രീകളും അടിമകളെ പോലെ അതാണ് ഭർത്താവിൻ്റെ പ്രോപ്പർട്ടി എന്നുള്ള കോൺസെപ്റ്റിലാണ്. കാരണം കണ്ടില്ലേ ഒരു സബ്ജക്റ്റ് ഞാൻ പറയില്ലേ ഒരു പേഴ്സണിന് ഒരു സബ്ജക്ട് മാറ്റർ ഉണ്ട്, ആ സബ്ജക്ട് മാറ്ററിലുള്ള റൈറ്റ് ലോകത്ത് ആർക്കെതിരെയും ക്ലെയിം ചെയ്യാമെന്നുള്ള പറഞ്ഞ കോൺസെപ്റ്റിൽ ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ പ്രോപ്പർട്ടിയായി മാറുമായിരുന്നു. പക്ഷേ അതും തിരിച്ചറിഞ്ഞു. ലോകരാജ്യങ്ങളിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. ലോകരാജ്യങ്ങളുടെ ഡെവലപ്മെൻറ്റ്സ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയില്ലേ. ലോകരാജ്യങ്ങളിൽ ഈ പറഞ്ഞ പേഴ്സൺ എന്നുള്ള അതാണ് ആ പേഴ്സണാലിറ്റിയാണ് ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടി എന്നുള്ള എലമെൻറ്റും പേഴ്സൺ എന്നുള്ള എലമെൻറ്റും കൂടെ ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. പേഴ്സണലി നമ്മൾ പലതും പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഒരു ഏതൊരു ബീയിങ്ങിനാണോ റൈറ്റും ഡ്യൂട്ടിയും ഉണ്ടെങ്കിൽ നമ്മളതിനെ പേഴ്സൺ എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. അതിലാണ് അഡിഷൻസ് ഞാൻ പറഞ്ഞു തന്നില്ലേ. പണ്ടൊന്നും ഇല്ലാത്ത വിധത്തിൽ ഇപ്പോൾ 2017 17 18 19 ഭയങ്കര ഡ്രാസ്റ്റിക്കായിട്ട് കോടതികളും ഇൻ്റർനാഷണൽ ട്രെൻഡ് പ്രകാരം മൃഗങ്ങൾക്ക് പോലും ഞാൻ പറഞ്ഞല്ലോ മൃഗങ്ങൾക്ക് പോലും നമ്മൾ ഒരു വ്യക്തി പേഴ്സൺ എന്നുള്ള സ്റ്റാറ്റസ് കൊടുത്തിട്ട് അവർക്കും ആർട്ടിക്കിൾ 21 ഇന്ത്യൻ ഭരണഘടന ജനങ്ങൾക്ക് കൊടുക്കുന്ന അവകാശങ്ങൾ മൃഗങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞു തന്നു. പിന്നെ ഞാൻ ഗ്ലോബലായിട്ട് തന്നെ പല രാജ്യങ്ങളിലും പറഞ്ഞല്ലോ പല ഭരണഘടനയിൽ പോലും ഈ പറഞ്ഞ സസ്യലതാദികൾക്കും ജീവജാലങ്ങൾക്കും അല്ലെങ്കിൽ മൃഗങ്ങൾക്കുമൊക്കെ അവർക്ക് നിലനിൽക്കാനും ഞാൻ പറഞ്ഞല്ലോ അവർക്ക് റൈറ്റ് ടു എക്സിസ്റ്റ് അല്ലെങ്കിൽ പേഴ്സിസ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് ടു മെയിൻറ്റെയിൻ ദംസ് റൈറ്റ് ടു റീജനറേറ്റിനുള്ള റൈറ്റ് ഭരണഘടനകളിൽ പോലും എഴുതപ്പെടുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇന്ത്യൻ കോടതി തന്നെ കഴിഞ്ഞ യൂണിറ്റ് പറഞ്ഞതാണ് നാരായണ ദത്ത കേസിൽ മൃഗങ്ങളായിട്ട് നമ്മൾ തരംതിരിച്ച് കളയേണ്ട കാര്യമില്ല, അവരും മനുഷ്യരെക്കാൾ ഒട്ടും താഴെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈക്വൽ സ്റ്റാറ്റസ് ഓഫ് ആർട്ടിക്കിൾ 21 റൈറ്റ് അവർക്ക് കൊടുക്കണമെന്ന് ഹൈക്കോടതികൾ പറഞ്ഞ ഒരു ഏരിയ. ഇതിന് പുറമേ തന്നെ നമ്മളിപ്പം മറ്റ് വിദേശ രാജ്യങ്ങളിൽ നോക്കിയാൽ ഇപ്പോൾ ബംഗ്ലാദേശിലൊരു നദി ഒരു ടുറാഗ് എന്നൊരു നദിയെ അവിടുത്തെ ധാക്കയിലെ ഹൈക്കോർട്ട് പറഞ്ഞു അതൊരു ലിവിങ് പേഴ്സണാണ് അല്ലെങ്കിൽ ലിവിങ് എൻറ്റിറ്റിയാണ് നദി. അപ്പം നദിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇങ്ങനെ പറഞ്ഞു വന്നതിൻ്റെ ഒരു കോൺസെപ്റ്റ് പ്രകാരമാണ് ഇതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ ഇന്ത്യൻ ലോയിലുണ്ട്. പ്രത്യേകിച്ചും അത് ജുഡീഷ്യറിയാണ് കൂടുതൽ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ള ഒരു സന്തോഷത്തോടുകൂടി പറയാം. അപ്പോൾ അങ്ങനെ വന്നതാണ് ഇവിടെയും നമ്മളൊരു സ്ത്രീയെ വെറും ഒരു മെയിലിൻ്റെ ഭർത്താവിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് കണ്ട IPC അല്ലെങ്കിൽ CRPCയിലേക്ക് വ്യവസ്ഥ ഈ പറഞ്ഞ ജോസഫ് ഷൈൻ കേസിൽ വരികയും അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് അതൊന്നും അങ്ങനെയല്ല കാണേണ്ടത്. ഒരു സ്ത്രീ തന്നെയാണ്, ഇൻഡിവിജ്വൽ തന്നെയാണ്, അതാരുടെയും പ്രോപ്പർട്ടി അല്ല എന്ന് കോടതി കണ്ടെത്തിയിട്ട് കോടതി അതിനെ ഈവൻ ആ 497 IPCയെ ഡീക്രിമിനലൈസ് ചെയ്ത് വരും. അതാണ് ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2018 വിധി. അപ്പോൾ ഞാൻ 2 എലമെൻറ്റ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പേഴ്സൺ എന്താണെന്ന് പറഞ്ഞു, രണ്ടാമത് ഞാൻ പ്രോപ്പർട്ടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത മൂന്നാമത്തെ ഒരു എലമെൻറ്റാണ് ഓണർഷിപ്പ്. മൂന്നാമത്തെ എലമെൻറ്റിലോട്ട് പോവുക. പേഴ്സൺ പറഞ്ഞു, പ്രോപ്പർട്ടിയുടെ ഒരു ഐഡിയ കിട്ടി. മൂന്നാമത്തെ ഒരു എലമെൻറ്റിലോട്ട് പോവുക, അതിൻ്റെ പേര് ഓണർഷിപ്പ്. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഓണർഷിപ്പ്. അപ്പോൾ ഓണർഷിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ടെക്നിക്കൽ ഡെഫിനിഷൻ ഞാൻ ഒരു പേഴ്സണും ഒരു സബ്ജക്ട് മാറ്റർ അല്ലെങ്കിൽ തിങ്ങും തമ്മിൽ റിലേഷനെ സൂചിപ്പിക്കുന്ന ഒരു സാധനമാണ് എന്താണ് ഓണർഷിപ്പ്. ഓണർഷിപ്പിൻ്റെ നിർവചനം തന്നെ ജൂറിസ്പ്രുഡൻസിൽ നമ്മൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് എ റിലേഷൻ ബിറ്റ്വീൻ ഒരു പേഴ്സൺ കണ്ടില്ലേ ഒരു പേഴ്സണും ഒരു സബ്ജക്ട് മാറ്റർ. അപ്പോൾ ആ സബ്ജക്ട് മാറ്ററിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ പലതും വന്നുകൂടെ. ആ സബ്ജക്ട് മാറ്ററിനകത്ത് ഏതാ വരാം, മൂവബിൾ വരാം, ഇമ്മൂവബിൾ വരാം, കോർപ്പോറൽ വരാം, ഇൻകോർപ്പോറൽ വരാം. അപ്പോൾ ആ ഒരു രണ്ടിലെ കണക്റ്റഡ് പോയിന്റ്സ്. അപ്പോൾ പേഴ്സൺ പറഞ്ഞു, തൊട്ടടുത്ത് ഞാൻ എന്താണ് പ്രോപ്പർട്ടി പറഞ്ഞു നിർത്തി. നേരെ ഞാൻ പ്രോപ്പർട്ടി വന്നോടം തന്നെ ഞാൻ അടുത്തൊരു എലമെൻറ്റ് മനഃപൂർവ്വം പറഞ്ഞാൽ അതിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓണർഷിപ്പ് എന്താണെന്നുള്ള നിർവചനം മനസ്സിലായി. ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ പേഴ്സൺ. അപ്പോൾ പേഴ്സൺ എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ടോപ്പിക്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ആ പേഴ്സണിൽ മനുഷ്യരായിട്ടുള്ള നമ്മളെല്ലാം നാച്ചുറൽ പേഴ്സൺസ് വരും. നമ്മൾ ഈവൻ പിന്നെ അടുത്ത് എഴുതാം പേഴ്സൺസ്, നാച്ചുറൽ പേഴ്സൺസ് വരും. ഇതല്ലാതെ കമ്പനി, കോർപ്പറേഷൻ പോലത്തെ നിയമത്തിൻ്റെ കണ്ണി മാത്രം കാണുന്ന പേഴ്സൺസും വരും. അപ്പോൾ ഇതൊരു വലിയ പോയിൻ്റാണ്. ഇനി അടുത്തൊരു ഇവിടെ ഒരു ടോപ്പിക്ക് ഒരു ഡിസ്കഷനുണ്ട്. നമുക്ക് മൃഗങ്ങൾക്ക് പ്രോപ്പർട്ടി പേരിൽ എഴുതി വയ്ക്കാമോ എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യണം. അപ്പം മൃഗങ്ങൾക്ക് പ്രോപ്പർട്ടിയുടെ ഓണർ ആവാമോ എന്നൊക്കെ ഒരു ടോപ്പിക്കുണ്ട്.
അപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡ് നമുക്ക് സെറ്റിൽഡ് അല്ല. പക്ഷേ പല വിദേശ രാജ്യങ്ങളിലുമൊക്കെ അല്ലെങ്കിൽ പല വ്യക്തികളും പ്രത്യേകിച്ചും വിദേശത്താണ്. ഇപ്പോൾ നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുടെ വിൽപ്പത്രമൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഓപ്ര വിൻഫ്രീയുടെയൊക്കെ വിൽപ്പത്രത്തിനകത്ത് പറയുന്നുണ്ട് അവരുടെ പട്ടിക്കുട്ടി അതിന് അവർക്ക് നല്ല ലക്ഷറിയസ് ലൈഫ് കിട്ടാൻ വേണ്ടി ട്രസ്റ്റൊക്കെ രൂപീകരിച്ചിട്ട് ഒരു ഫണ്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഓണറാണോ എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല. പക്ഷേ നമ്മൾ പറഞ്ഞു വന്നത് ഈവൻ മൃഗങ്ങൾക്ക് വേണ്ടി പോലും പല രാജ്യങ്ങളും പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്രോപ്പർട്ടിയിൽ മുകളിലുള്ള ആദായങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞൊരു സൈഡിൽ കൂടെ ഒരു ലോ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ അത് വന്നിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് വിദേശത്ത് ഈവൻ ഈ പറഞ്ഞ പ്രോപ്പർട്ടിയിലുള്ള ചില എല്ലാ റൈറ്റ്സും ഓണർഷിപ്പ് ഒന്നും കൊടുക്കുക പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പ്രോപ്പർട്ടിയിലെ ആദായം എടുത്ത് പ്രത്യേകിച്ച് അത് വിൽപ്പത്രം വഴിയാണ് എഴുതി വയ്ക്കുന്നത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു ഓപ്ര വിൻഫ്രീയുടെയൊക്കെ കേസിൽ ഞാനത് എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ അതെല്ലാം വിദേശ രാജ്യങ്ങളിൽ വളർത്തുന്ന പൂച്ചയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പട്ടിക്കുട്ടിക്ക് വേണ്ടിയോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് പ്രോപ്പർട്ടിയുടെ ബെനഫിറ്റ്സ് കൊടുക്കുന്ന ഒരു പ്രവണത ലോകത്ത് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഓണർഷിപ്പിനെ പറ്റി പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതിനൊക്കെ ഓണർഷിപ്പ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓണർഷിപ്പ് ഉണ്ട്. നമ്മൾ നേരെ പ്രോപ്പർട്ടി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് പറഞ്ഞതിനൊക്കെ ഓണർഷിപ്പ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓണർഷിപ്പ് ഉണ്ട്. അതിൽ ഒരു ടൈപ്പ് ഓഫ് ഓണർഷിപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് കോർപ്പോറിയൽ ഓണർഷിപ്പ്. ഒരു വ്യക്തിക്ക് തൊട്ട് കാണിക്കാൻ പറ്റുന്ന ടാഞ്ചിബിൾ പ്രോപ്പർട്ടിയുള്ള ഓണർഷിപ്പിനെ നമ്മൾ കോർപ്പോറിയൽ ഓണർഷിപ്പ് എന്നാണ് വിളിക്കുന്നത്. ബുക്ക്, പേന, പെൻസിൽ, കാറെല്ലാം. ഇനി ഇതേപോലെ തൊട്ട് കാണിക്കാൻ പറ്റാത്തതിലും നമുക്ക് ഓണർഷിപ്പ് ഉണ്ട്. അതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ പേറ്റൻറ്റ് അല്ലെങ്കിൽ കോപ്പി റൈറ്റ് അല്ലെങ്കിൽ ഡിസൈൻ, അങ്ങനെ കുറേ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ വരുന്ന കുറേ മേഖലകൾ നമ്മുടെ ഇൻകോർപ്പോറിയൽ ഓണർഷിപ്പാണ്. അത് രണ്ട് കാറ്റഗറി. ഇനി വേറൊരു ഓണർഷിപ്പ് നമ്മൾ നോക്കുമ്പോൾ അതിന് നമ്മൾ മെയിനായിട്ട് പറയുന്ന സോൾ ഓണർഷിപ്പും ഡ്യൂപ്ലിക്കേറ്റ് ഓണർഷിപ്പും എന്ന് വെച്ചാൽ ഒരു പ്രോപ്പർട്ടിക്ക് ഒറ്റ ഓണറെങ്കിൽ നമ്മളതിനെ സോൾ ഓണർഷിപ്പ് എന്നാണ് വിളിക്കുന്നത്. സോൾ ഓണർഷിപ്പ്. ഇപ്പോൾ ഞാൻ 10 സെൻറ്റ് എൻ്റെ മാത്രം പൈസ ആയിട്ട് വാങ്ങിച്ചു. അപ്പോൾ അതിലൊറ്റ ഓണറല്ലേ, അപ്പോൾ അതിൻ്റെ പേര് സോൾ ഓണർഷിപ്പ് എന്നാണ്. ഒന്നിലധികം പേര് വരുന്നെങ്കിൽ നമുക്കതിനെ ഡ്യൂപ്ലിക്കേറ്റ് ഓണർഷിപ്പ് എന്നും അല്ലെങ്കിൽ കോ ഓണർഷിപ്പ് എന്ന് വിളിക്കാം. ഉദാഹരണത്തിന് ഞാനും ബിയും സിയും കൂടെ 10 ലക്ഷം രൂപ ഇട്ടിട്ടൊരു വീട് വാങ്ങിച്ചു. അപ്പോൾ അവിടെ നമ്മൾ ഒരു പ്രോപ്പർട്ടി ഒന്നേ ഉള്ളൂ, പക്ഷെ നമ്മൾ അവിടെ ഒന്നിലധികം ഓണേഴ്സ് വരും. അതിനെ നമ്മൾ സോൾ ഓണർഷിപ്പും ഡ്യൂപ്ലിക്കേറ്റ് ഓണർഷിപ്പ് എന്ന് പറയും. ഇനി വേറൊരു തരം ഓണർഷിപ്പ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് മനസ്സിലാകുന്നത് വേറൊരു ഓണർഷിപ്പ് ഉണ്ട്, വെസ്റ്റഡ് ഓണർഷിപ്പും കണ്ടിജൻ്റ് ഓണർഷിപ്പും. അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു കരാറിൽ ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും എനിക്കൊരു പ്രോപ്പർട്ടി തന്നിട്ടൊരു കണ്ടീഷൻ വെച്ചിരിക്കുക. ആ കണ്ടീഷൻ പാലിച്ചാൽ മാത്രമേ എനിക്കിത് ഈ ഓണർഷിപ്പ് പൂർണ്ണമായിട്ട് കിട്ടൂ. അപ്പോൾ കണ്ടീഷൻ പാലിക്കുന്നത് വരെ എൻ്റെ ഓണർഷിപ്പിനെ നമ്മൾ ലീഗലി വിളിക്കേണ്ട വാക്ക് കണ്ടീജൻ്റ് ഓണർഷിപ്പ് എന്നാണ്. പക്ഷേ ആ കണ്ടീഷൻ പാലിക്കുമ്പോൾ ആ കണ്ടിജൻ്റ് ഓണർഷിപ്പ് വെസ്റ്റഡായി മാറും. ഞാനിപ്പോൾ ഉദാഹരണം എന്താ, ഞാനിപ്പോൾ നിങ്ങളൊരാൾക്ക് ഞാൻ നിങ്ങൾക്കൊരു 10 സെൻറ്റ് പൈസയും വാങ്ങിച്ചൊരു 10 സെൻറ്റ് പ്രോപ്പർട്ടി എഴുതി തരാം. സെയിൽ ഡീഡ് കഴിഞ്ഞു, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ ഹാൻഡ് ഓവർ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല, നിങ്ങൾ ഓട്ടോമാറ്റിക് അത് സെയിൽ ഡീഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓണർഷിപ്പ് വെസ്റ്റഡായി. പക്ഷേ ഞാൻ ചിലപ്പോൾ തിരിച്ച് എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു കുട്ടിക്ക് പ്രോപ്പർട്ടി കൊടുത്തിട്ട് പറയാൻ നിനക്ക് 21 വയസ്സ് ആവുമ്പോൾ നീ ഇതിൻ്റെ ഓണർ ആവുമെന്ന് എഴുതി വെച്ചിരുന്നാൽ ആ 21 വയസ്സ് വരെ ആ കുട്ടിയുടെ റൈറ്റ് അല്ലെങ്കിൽ ഓണർഷിപ്പ് കണ്ടീജൻ്റ് ഓണർഷിപ്പ്. പക്ഷേ 21 വയസ്സ് തികഞ്ഞ് നിൽക്കുമ്പോൾ എന്തായി മാറും, ഇത് വെസ്റ്റഡ് ഓണർഷിപ്പ്. അപ്പോൾ എപ്പോഴും ഇതൊരു കോൺസെപ്റ്റാണ് വെസ്റ്റഡ് ഓണർഷിപ്പ്, വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ വെസ്റ്റഡ് കണ്ടീജൻ്റ് വ്യത്യാസം ഇതേ ഉള്ളൂ. ഒരു കാര്യം ഒരു വ്യക്തിക്ക് കിട്ടുന്നത് ഏതെങ്കിലും ഒരു ഇവൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഫാക്റ്റിൻ്റെ ഹാപ്പനിങ്ങിലോ നോൺ ഹാപ്പനിങ്ങിലോ ഡിപ്പെൻഡ് ചെയ്ത് നിന്നാൽ അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് കണ്ടീജൻറ്റ്. അപ്പോൾ ഇവിടെ കണ്ടീജൻ്റ് ഓണർഷിപ്പ്. ആ ഇവൻറ്റ് മുൻകൂട്ടി പറഞ്ഞ ആ ഇവൻറ്റ് അതേപടി ആ പറഞ്ഞിരിക്കുന്ന വിധത്തിൽ നടന്നാൽ ആ റൈറ്റ് അല്ലെങ്കിൽ ആ ഓണർഷിപ്പ് കണ്ടിജൻറ്റ് നിക്ഷിപ്തമായതിൻ്റെ പേര് വെസ്റ്റഡ് ഓണർഷിപ്പാണ്. ഇനി 2 ടൈപ്പ് ഓഫ് ഓണർഷിപ്പും കൂടെ തൽക്കാലത്തേക്ക് അറിയുക. നമ്മളിപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ നോക്കുമ്പോൾ ഇംഗ്ലണ്ടിൽ 2 തരം കോടതികളാണ് പഴയ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അതൊന്ന് ഇംഗ്ലണ്ടിലെ കോമൺ ലോ കോടതികളുണ്ട്, കോമൺ ലോ കോർട്ട്സ്. രണ്ടാമത് വേറൊരു ടൈപ്പ് ഓഫ് ഒരു കോർട്ടുണ്ട്, കോർട്ട് ഓഫ് ഇക്വിറ്റി അല്ലെങ്കിൽ ചാൻസറി കോർട്ട് എന്ന് പറയും. അപ്പോൾ ഈ 2 തരത്തിലുള്ള വിധത്തിലാണ് കോർട്ട് ലോയുടെ ഇൻ്റർപ്രിട്ടേഷൻ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടിൽ ഈ കോമൺ ലോ കോടതികൾ അംഗീകരിച്ച് കൊടുക്കുന്ന ഓണർഷിപ്പിന് ലീഗൽ ഓണർഷിപ്പ് എന്നും കോർട്ട് ഓഫ് ഇക്വിറ്റി കോടതികൾ അനുവദിച്ച് കൊടുക്കുന്ന ഓണർഷിപ്പിന് ഇക്വിറ്റബിൾ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പറയുന്നത്. പക്ഷേ ഇന്ത്യയിൽ ആ വ്യത്യാസം ഇല്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു അക്കാഡമിക് ഡിസ്കഷൻ ആയതുകൊണ്ട് പറഞ്ഞതാണ്, ചിലപ്പോൾ അറിയേണ്ടതാണ് ലീഗൽ ഓണർഷിപ്പ് ആൻഡ് ഇക്വിറ്റബിൾ ഓണർഷിപ്പ്. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലണ്ടിലോട്ട് പോയിട്ട് ഇംഗ്ലണ്ടിലെ ഒരു ഡിഫറൻഷിയേഷനാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബേസായിട്ട് ഓണർഷിപ്പിനെ പറ്റി പറയേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തൊരു എലമെൻറ്റും കൂടെ ഇതിൻ്റെ കൂടെ കണക്റ്റഡ് എലമെൻ്റാണ്, അതിൻ്റെ പേര് പൊസഷൻ എന്നാണ്. പൊസഷൻ. അപ്പോൾ ഏതൊക്കെ നമ്മൾ നോക്കിയെന്ന് ഓർമ്മയുണ്ടല്ലോ, എലമെൻറ്റ്സ് ഓഫ് ലോയിൽ പേഴ്സൺ നോക്കി, പ്രോപ്പർട്ടി നോക്കി, ഓണർഷിപ്പ് നോക്കി. അപ്പോൾ ഈ യൂണിറ്റിൽ നമുക്കൊന്നുകൂടെ നോക്കാം പൊസഷൻ. അപ്പോൾ പേഴ്സണായി, പ്രോപ്പർട്ടിയായി, ഓണർഷിപ്പായി. ഇനി അടുത്തൊരു എലമെൻറ്റ്
പൊസഷൻ. ഇപ്പോൾ പൊസഷൻ്റെ നിർവചനം എന്ന് പറഞ്ഞാൽ പ്രിമാ ഫേസി എവിഡൻസ് ഓഫ് ഓണർഷിപ്പ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരാളുടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കയ്യിലൊരു പേന ഇപ്പോൾ എൻ്റെ പോക്കറ്റിലിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ കാണുമ്പോൾ പ്രഥമ ദൃഷ്ടിയ ഇതിൻ്റെ ഓണർ ആരാണെന്നാണ് അനുമാനം, അല്ലെങ്കിൽ വിശ്വസിക്കുക. അപ്പോൾ എപ്പോഴും ഒരാളുടെ പൊസഷൻ ഉണ്ടെന്ന് കണ്ടാൽ പ്രഥമ ദൃഷ്ടിയ അയാൾക്കാണ് ഓണർഷിപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഡെഫിനിഷൻ. പൊസഷൻ ഈസ് പ്രിമാ ഫേസി എവിഡൻസ് ഓഫ് ഓണർഷിപ്പ്. പക്ഷേ അവിടെ പ്രിമാ ഫേസി എന്ന് പറയുന്ന എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇരുന്നു എന്ന് പറഞ്ഞ് ഞാൻ തന്നെ എന്താവണമെന്നില്ല എൻ്റെ അർത്ഥം. പക്ഷേ പ്രഥമ ദൃഷ്ടിയ നിങ്ങൾക്ക് എന്ത് വിശ്വസിക്കാം, ഞാൻ തന്നെയാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞ പൊസഷൻ പഠിക്കുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്, ഇറ്റ് ഇസ് പ്രിമാ ഫേസി എവിഡൻസ് ഓഫ് ഓണർ. അപ്പോൾ എല്ലാം കണക്റ്റഡ് ആണല്ലോ കണ്ടില്ലേ. അപ്പോൾ ഓണർഷിപ്പും പൊസഷൻ നമ്മളൊരു റിലേഷൻ അല്ല. പൊസഷൻ പ്രൂവ് ചെയ്താൽ എൻ്റേതാണെന്ന് പ്രൂവ് ചെയ്താൽ ഉറപ്പായിട്ട് അത് എനിക്ക് ഓണർഷിപ്പ് കൂടെ കിട്ടുന്നൊരു കോൺസെപ്റ്റാണ്. പക്ഷേ പ്രിമാ ഫേസി എന്നുള്ള വാക്ക് മനസ്സിലാക്കണം. അല്ല ഒരു കാര്യം എൻ്റെ ഇരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഓണറാവണമെന്നില്ല. ഇപ്പോൾ ചിലപ്പോൾ വേറെ ആരുടെയും കയ്യിൽ ഒരു പേനയായിരിക്കും ഞാൻ തൽക്കാലത്തേക്ക് വാങ്ങിച്ചിട്ട് ഞാനിപ്പോൾ പോക്കറ്റിൽ കുത്തിയിരിക്കും. അപ്പോൾ ഞാൻ പൊസഷൻ ഇപ്പോൾ എനിക്കുണ്ട്, പക്ഷേ എന്തല്ല, ഞാനല്ല ഓണർ. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ സട്ടിൽ ഡിഫറൻസ് ഉണ്ട്. ഇനി നമ്മൾ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് പൊസഷനെ പറ്റി നമ്മൾ പഠിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ കണക്റ്റഡ് ആണ്. നമ്മുടെ കയ്യിലുള്ള വസ്തു കോർപ്പോറിയൽ ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, കോർപ്പോറിയൽ പൊസഷൻ എന്ന് വിളിക്കാം. കോർപ്പോറിയൽ പൊസഷൻ. അപ്പോൾ തൊട്ട് കാണിക്കാൻ പറ്റുന്ന വസ്തുക്കളുടെ മുകളിലുള്ള പൊസഷനെ നമ്മൾ കോർപ്പോറിയൽ പൊസഷൻ എന്നാണ് വിളിക്കുന്നത്. ഓപ്പോസിറ്റ് തൊട്ട് കാണാൻ പറ്റാത്ത ഇൻറ്റാഞ്ചിബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിയുടെ മുകളിലുള്ള പൊസഷനെ നമുക്ക് ഇൻകോർപ്പോറിയൽ പൊസഷൻ എന്ന് വിളിക്കേണ്ടി വരും. അതിനാണ് നമ്മൾ കോപ്പി റൈറ്റും മറ്റുമൊക്കെ. ഇനി ഇതല്ലാതെ തന്നെ വേറെ രണ്ട് ടെക്നിക്കലി നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പൊസഷനെ നമ്മൾ ഡി ഫാക്റ്റോയും ഡി ജൂറി എന്ന് പറഞ്ഞൊരു തരം ഒരു ടെക്നിക്കൽ ഒരു ഫ്രൈസ് അതിനകത്ത് പറയുന്നുണ്ട്. പൊസഷൻ ഡി ജൂറി എന്ന് പറഞ്ഞാൽ പൊസഷൻ ഇൻ ലോ, നിയമപ്രകാരമുള്ള പൊസഷൻ. ഡി ഫാക്റ്റോ എന്ന് പറഞ്ഞാൽ പൊസഷൻ ഇൻ ഫാക്ട്, വസ്തുത പ്രകാരമുള്ള പൊസഷൻ. അപ്പോൾ ഇത് തമ്മിലൊരു അപ്പോൾ ഡി ഫാക്റ്റോ പൊസഷനും ഡി ജൂറി പൊസഷനും എന്താണെന്ന് ഒരു ഇലസ്ട്രേഷൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ എൻ്റെ വാച്ച് ചീത്തയായപ്പോൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ എൻ്റെ സെർവൻറ്റിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിരിക്കുക, വാച്ച് റിപ്പയറുടെ കൊണ്ട് റിപ്പയർ ചെയ്ത് കൊണ്ടുവരാൻ. അപ്പോൾ ഇപ്പോൾ എൻ്റെ വാച്ച് എൻ്റെ സെർവൻറ്റിൻ്റെ കയ്യിൽ ഇരിക്കുക. ഇപ്പോൾ ഈ സെർവൻറ്റിൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ത് മാത്രമേ ഉള്ളൂ, ഡി ഫാക്റ്റോ പൊസഷനാണ്. ഡി ഫാക്റ്റോ പൊസഷനാണ്. ഇപ്പോഴും ഡിജൂറി പൊസഷൻ, അതായത് ലീഗലി ഉള്ള പൊസഷൻ സെർവൻറ്റിനല്ല, എനിക്ക് തന്നെ, ബിക്കോസ് ഞാനല്ലേ, എൻ്റെ വാച്ചല്ലേ. ഇനി ഇതിനകത്ത് അപ്പോൾ ഡിജൂറി പൊസഷൻ കിട്ടുമ്പോൾ രണ്ട് എലമെൻറ്റ് നമ്മൾ സാധാരണഗതിയിൽ ലീഗലി പ്രൂവ് ചെയ്യാൻ പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മുടെ കയ്യിലൊരു പ്രോപ്പർട്ടി പൊസസ് ചെയ്തതുകൊണ്ട് മാത്രമല്ല, ആ പൊസസ് ചെയ്ത പ്രോപ്പർട്ടി നമ്മുടേതാണ് എന്നുള്ളൊരു ഇൻറ്റൻഷൻ കൂടെ വന്നാൽ മാത്രമേ നമുക്കത് നമ്മുടെ ഡിജൂറി പൊസഷൻ എന്ന് പറയാൻ പറ്റൂ. ഇപ്പോൾ ഉദാഹരണത്തിന് അപ്പോൾ രണ്ട് ലാറ്റിൻ വാക്കുകളും കൂടെ അത് പറയുന്നുണ്ട്. ഒരു പ്രോപ്പർട്ടിയുടെ പൊസഷൻ നമുക്ക് ഫിസിക്കലി വേണം. അതിൻ്റെ പേര് കോർപ്പസ് പൊസഷനിസ് എന്നാണ്. ലാറ്റിൻ വാക്കാണ് കോർപ്പസ് പൊസഷനിസ്. ഒരു പ്രോപ്പർട്ടിയുടെ പൊസഷൻ നമുക്ക് വേണം, പ്ലസ് ഇൻറ്റൻഷൻ, മെൻ്റൽ എലമെൻറ്റിൻ്റെ പേര് അനിമസ് പൊസിഡൻറ്റി എന്നാണ്. അപ്പോൾ എപ്പോഴും ഈ രണ്ട് പദങ്ങളും കൂടെ നമ്മൾ ഈ പൊസഷനെ പറ്റി നമ്മൾ ജൂറിസ്പ്രുഡൻഷ്യലി ചർച്ച ചെയ്യുമ്പോൾ ഈ രണ്ട് പദങ്ങളും കൂടെ സാധാരണ വരാറുണ്ട്. അപ്പോൾ അതിലൊരു പദമാണ്, ഒരു ലാറ്റിൻ പദമാണ് കോർപ്പസ് പൊസഷനിസ്. അതായത് ഫിസിക്കലി ഇതിൻ്റെ ബോഡി കോർപ്പസ് പൊസസ് ചെയ്തിരിക്കണം. അപ്പോൾ ഫിസിക്കലി നമുക്ക് ഈ പ്രോപ്പർട്ടി നമ്മുടെ പൊസഷനിലിരിക്കണം. പിന്നെ എന്തും കൂടെ വേണം, ഇൻറ്റൻഷൻ ടു പൊസസ്, അതാണ് അനിമസ് പൊസിഡൻറ്റി. അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെ ഒരു കോൺസെപ്റ്റും കൂടെ നിങ്ങൾ പഠിക്കും. അപ്പോൾ ഇത്രയാണ് എനിക്ക് പൊസഷനെ പറ്റി പറഞ്ഞു നിർത്താനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ മെയിനായിട്ട് നോക്കിയത് 3 എലമെൻറ്റ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രോപ്പർട്ടി എന്താണ്, അതിൻ്റെ വിവിധ തരം പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, പ്രോപ്പർട്ടീസ് എങ്ങനെ കിട്ടും, 2 ഓണർഷിപ്പ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓണർഷിപ്പ് എങ്ങനെയാണ്, ഓണർഷിപ്പ് എങ്ങനെയാണ് വന്ന് ഭവിക്കുന്നു എന്നും മനസ്സിലായി. ഓണർഷിപ്പ് പല വിധത്തിൽ കിട്ടുമല്ലോ. അതിന് ഉദാഹരണം എന്താണ്, നിങ്ങളുടെ പ്രോപ്പർട്ടി നിങ്ങൾ എനിക്ക് പൈസ വാങ്ങിച്ചിട്ട് നിങ്ങൾ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്താൽ ഇത് സെയിൽ എന്ന് വിളിക്കും. ഇതേ നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് പൈസ അല്ല വാങ്ങിച്ചത്, എൻ്റെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ തിരിച്ചു വാങ്ങിച്ചാൽ ഇതിനെ നമ്മൾ എക്സ്ചേഞ്ച് എന്ന് വിളിക്കും. 3, നിങ്ങളുടെ പ്രോപ്പർട്ടി എനിക്ക് ഒന്നും വാങ്ങിക്കാതെ ഒരു കൺസിഡറേഷനും ഇല്ലാതെ എനിക്ക് തന്നാൽ ഗിഫ്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ അറിയുക, ഓണർഷിപ്പ് എയുടെ ഓണർഷിപ്പ് ബിക്ക് പോയി കഴിഞ്ഞു. അത് ഒന്നുകിൽ പൈസ വാങ്ങിച്ചിട്ടാണെങ്കിൽ അത് സെയിലാണ്, ഇനി പൈസയ്ക്ക് പകരം വേറെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് വാങ്ങിച്ചാൽ അത് എക്സ്ചേഞ്ചാണ്, ഇനി ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ അത് ഗിഫ്റ്റാണ്. പിന്നെ നമ്മൾ ലാസ്റ്റിൽ പറഞ്ഞു നിർത്തിയ യൂണിറ്റ് തേർഡ് ഒരു എലമെൻറ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയ പൊസഷനാണ്. ഇപ്പോൾ പൊസഷൻ്റെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു, ഇത് പ്രിമാ ഫേസി എവിഡൻസ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പൊസഷനിൽ മെയിനായിട്ട് നമ്മൾ ഇൻകോർപ്പറൽ പൊസഷൻ ഉണ്ടെന്നും അതിനുശേഷം വേറൊരു ടൈപ്പ് ഓഫ് കോർപ്പറൽ പൊസഷൻ ഉണ്ടെന്ന് പറഞ്ഞു നിർത്തി. പിന്നെ നമ്മൾ വേറൊരു കാറ്റഗറൈസാണ് ചെയ്ത ഡിജൂറി പൊസഷനും ഉണ്ട്, ഡി ഫാക്റ്റോ പൊസഷനും ഉണ്ട്. പിന്നെ അവിടെ നമ്മൾ ലീഗലി കാണുന്ന 2 ലാറ്റിൻ പദങ്ങൾ പറഞ്ഞു തന്നു. ഒരു എന്താണ് അനിമസ്, 2 വാക്കാണ്, കോർപ്പസ് പൊസഷനിസം, അനിമസ് പൊസിഡൻറ്റി.
അപ്പോൾ എപ്പോഴും ഫിസിക്കലി ഒരു പ്രോപ്പർട്ടിയുടെ ഫിസിക്കൽ പൊസഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് കോർപ്പസ് പൊസഷൻസ് എന്ന് വിളിക്കാം. പിന്നെ ഇൻറ്റൻഷൻ ടു പൊസസ്സും കൂടെ ഉണ്ടെങ്കിൽ ആ ഇൻറ്റൻഷൻ കൂടെ ചേരുമ്പോഴുള്ള വാക്കാണ് അനിമസ് പൊസിഡൻറ്റി. അപ്പോൾ ഇത്രയും പറഞ്ഞ് നമുക്ക് ഒരു ഏകദേശം ഒരു മെയിനായിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് പേഴ്സൺ പറഞ്ഞു, പ്രോപ്പർട്ടി പറഞ്ഞു, ഓണർഷിപ്പ് പറഞ്ഞു, പൊസഷൻ പറഞ്ഞു. ഇനി ഇത്രയും നമുക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇതിൻ്റെ മുകളിൽ റൈറ്റ് ഉണ്ട്, അവകാശമുണ്ട്. അപ്പോൾ അവകാശം എന്താണെന്ന് അടുത്ത ഇതിൽ നമുക്ക് നോക്കാം. റൈറ്റ് അല്ലെങ്കിൽ ലീഗൽ റൈറ്റ് എന്ന് ഞാൻ പറഞ്ഞു നിർത്തിയ റൈറ്റ്, ലീഗൽ റൈറ്റ് എന്ന് പറയാൻ കാരണവും കൂടെ ഞാൻ ജസ്റ്റ് പറയാം. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കടലിൽ മുങ്ങി താഴാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഒരു 2-3 പേര് നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ ഉടൻ അവർ വന്ന് എന്നെ രക്ഷിക്കണമെന്നുള്ള ഒരു ലീഗൽ റൈറ്റ് എനിക്കില്ല. ഒരു മോറൽ റൈറ്റ് ചിലപ്പോൾ പറയാം, എൻ്റെ കൂട്ടുകാരല്ലേ അവർ നോക്കി നിന്നല്ലോ എന്ന് എനിക്ക് മോറലി വേണമെങ്കിൽ പറയാം. പക്ഷേ അത് ലീഗൽ റൈറ്റ് അല്ല. പക്ഷേ ഒരു ലൈഫ് രക്ഷിക്കേണ്ട ലൈഫ് ഗാർഡ് നോക്കിക്കൊണ്ട് നിന്നാൽ അത് തെറ്റാണ്. ബിക്കോസ് എനിക്കവിടെ ലൈഫ് ഗാർഡ് രക്ഷിച്ച് എന്നെ എടുക്കണമെന്നുള്ള ലീഗൽ റൈറ്റ് എനിക്കുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റൈറ്റ് എന്ന് പറയാതെ ഞാൻ ലീഗൽ റൈറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് അടുത്ത യൂണിറ്റിൽ നമുക്ക് റൈറ്റ് എന്താണ് എന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രോപ്പർട്ടി, ഓണർഷിപ്പ്, പൊസഷൻ ഇത് മൂന്നും എന്താണ്, ഇതിൻ്റെയൊക്കെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഒരു പ്രോപ്പർട്ടി അതിൻ്റെ പൊസഷനും ഓണർഷിപ്പും ഒക്കെ കിട്ടുന്നത്, ഇങ്ങനെയുള്ള ആസ്പെക്ട്സ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വളരെ വിശദമായി മനസ്സിലാക്കിയത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ലീഗൽ റൈറ്റ്. അപ്പോൾ നമ്മുടെ അടുത്ത എപ്പിസോഡിൽ ഈ ലീഗൽ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് വളരെ ഇൻഫോർമേറ്റീവ് ആയി കാണും, സഹായകമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. അൻറ്റിൽ ദെൻ ഗുഡ് ബൈ.